എടാ എന്തുകൊണ്ടാണ് എനിക്ക് സിനിമ എന്ന് പറയുന്നത്? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക, വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ സീരിയസ് ആവണോ, ഞാൻ എന്താണെന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ. ഇവന് മാത്രം അത് മനസ്സിലാകുന്നില്ലല്ലോ. എന്താണെന്നറിയാമോ, നമ്മുടെ ടൂളാണ്. നമ്മൾ എന്നെ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് നമ്മൾ സിനിമ ചെയ്തു. അതിന് ഞാൻ അത്യാവശ്യം എനിക്ക് അഭിനയിച്ചിട്ടില്ലേ, ആ പടം ഓടിയില്ലേ. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ സമരം വരും അങ്ങനെയൊക്കെ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങള് വരുന്നത്. ചോദ്യം അതെ അതെ. അപ്പൊ ഞാൻ പറയുന്നത്, ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു പടക്കം തോണ്ടിട്ടുണ്ട് വരുന്നത്. മനസ്സിലാകുന്നത്. അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ അപ്പൊ കേറൂ. നിങ്ങളോ? ഞങ്ങള് മീഡിയ ടീം. നിങ്ങള് കാരണം എത്ര പടം ഓടി. അല്ല ചേട്ടാ 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 ധ്യാൻ ചേട്ടാ പരിപാടി കൊടുത്തത് ഞാൻ ഈ പരിപാടി കുറച്ച് കാണുന്ന ചേട്ടനിപ്പോ നിങ്ങൾ കാരണം എന്റെ ഓടിയ ഒരു പടം പറഞ്ഞു. എനിക്ക് പറഞ്ഞോ, എന്റെ കൊള്ളാവത്ത ഒരു പടം നിങ്ങൾ കാരണം, നീ കാരണം ഓടിച്ചു പറഞ്ഞു. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. ഏത് ചേട്ടൻ ഏത് നല്ല തിരക്കഥ പൊട്ടിയ പടം പറ, പൊട്ടിയ പടം പറ. നീ തോറ്റുപോയില്ല. ഇല്ലില്ല, തോറ്റുപോയില്ല ചേട്ടാ. ചേട്ടാ കപ്പൽ മുതലാളി ഇപ്പൊ 21 ഗ്രാംസ് പറഞ്ഞു. അല്ലല്ല, കപ്പൽ മുതലാളി ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിഷയത്തിൽ ചോദ്യം ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ. അതായത് കപ്പൽ മുതലാളി താരതമ്യേന നല്ല പടമാണ്. നിനക്ക് ഇഷ്ടമായത് അത് നിന്റെ ഇഷ്ടം, എനിക്ക് ഇഷ്ടമില്ല പടം. അത് കുഴപ്പമില്ല. പക്ഷെ 21 ഗ്രാംസ് താരതമ്യേന നല്ല പടം. ബോക്സ് ഓഫീസ് ഹിറ്റ് ആണെന്നല്ല പറയുന്നത്. കപ്പൽ മുതലാളി ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നല്ലൊരു തിരക്കഥയുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല. പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ വരാത്തോളങ്ങൾ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എന്റെ ഒരു അഭിപ്രായം, മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ പറയാം, ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കില്ലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ്. അത് നിങ്ങള് പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും. അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടതെന്ന് പറയുന്നത്? ഞങ്ങളൊക്കെ ഒരു സിനിമാക്കാരനാവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഇപ്പൊ കപ്പൽ മുതലാളി കഴിഞ്ഞ എത്ര നായക വേഷം രമേഷ് പിഷാരടിച്ചിട്ട് കിട്ടി? കപ്പൽ മുതലാളി കഴിഞ്ഞു, എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരടിച്ചിട്ട്? സൈഡ് റോളിലോട്ട് പോയില്ലേ? പക്ഷെ ചേട്ടന് എത്ര പടം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട്. നിനക്ക് ഇതിന്റെ പെറിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി, എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത്? പറ, ഇത്രയും നീ പറഞ്ഞില്ല, അത് കൂടെ പറ. ഒരു പ്രൊഡ്യൂസർ പറയാൻ പറ്റില്ല. അല്ല പറ, നീ പറഞ്ഞോ. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെ ആയിക്കോട്ടെ. അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നുണ്ട്, ഞാനതല്ലേ വെളുപ്പിക്കുന്നത്. എനിക്ക് അക്കൗണ്ടിലാണ് ഇതൊന്നും നടക്കുന്നു, അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ എന്റെ പടം ഏതോ നഷ്ടമായിട്ടില്ലേ? എല്ലാരും വെളുപ്പിച്ചില്ലേ? പൈസയെല്ലാം വന്നില്ലേ? സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വായിച്ചു നോക്കാതെ സിനിമ ഇറങ്ങുമ്പോ അങ്ങനെ ഇവിടെ അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല. 150 സിനിമ ഇറങ്ങുന്നുണ്ട്, 12 മാസമല്ലേ ഉള്ളൂ, 365 ദിവസമുള്ളൂ. 150 ദിവസമൊക്കെ ആൾക്കാർക്ക് സിനിമ കണ്ടുപിടിക്കും. അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട്. എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും
അരിയും മണ്ണെണ്ണയും കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് എണ്ണം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളുണ്ട്. ഓരോ 2 മാസം ഇടവിട്ട് നീ ഹൈവേ വഴി യാത്ര ചെയ്ത് ഹോട്ടൽ തുറക്കും, ഹോട്ടൽ കൂട്ടും, കട തുടങ്ങും. അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പലതും വരും, പലരും വീണ്ടും ഒന്ന് ചെയ്യാൻ തീരുമാനിക്കും. ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയൊരു 100 കോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ല. നമുക്ക് ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്തായാലും ഒരു സിനിമ ചെയ്യും. അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യതയില്ല. അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കിട്ടിയാ കിട്ടി, പോയാൽ പോട്ടെ. ലോട്ടറി എടുക്കുന്ന പോലെയാണ്. മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ഇല്ലാത്ത വേദന എന്താണ് നിനക്ക് നിങ്ങളെ നീ മാനിക്ക് വെച്ചാൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക, എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തൂടെ. അല്ല, അതിനകത്ത് പൊട്ടുമെന്നല്ല പറയുന്നത്, പറയുന്നത് അറിയില്ലാത്ത പറയുന്നത് എന്താ ഈ പടക്കം പൊട്ടില്ല. അത് പൊട്ടിയാലും അത് ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരം ഇടണം, അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത്. എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം, ആ പടത്തെ പറ്റി നല്ല അഭിപ്രായം പറയണം. അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട ആൾക്കാരെന്നെ ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞ ആര് സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണമെന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരാ? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണണം നീ പഠിപ്പിച്ചു തരണം. അല്ലല്ല, സിനിമയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടൂടെ? അല്ലല്ല, അത് നിനക്ക് ഇത്രയും ആൾക്കാർ ഇരിക്കെ പ്രസ് മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്തു. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ. നിർത്തി ഒരു സെക്കൻഡ് നിർത്തി. നീ ഒരു വാഗ്വാദത്തിന് വന്നല്ലോ. അല്ലല്ലോ നീ പറഞ്ഞേ ആവശ്യമില്ലാത്ത കുഴപ്പമില്ല. നീ ചെയ്ത പോലെ തന്നെ അവന് ഇതായിട്ട് ചോദിക്കണം. ഞാൻ സീരിയസ് ആവണോ, ഞാൻ എന്താണെന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മോനെ. ഒരു സെക്കൻഡ്, അതായത് അത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. സിനിമ പൊളിയുന്നു, ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. മോനെ സമരത്തിലേക്ക് പോകണമെന്ന് ഞങ്ങളല്ല. പറഞ്ഞിട്ട് നീ അത് പഠിച്ചു പോയാ ഏതാ ഏതാ അല്ലടാ എന്താ ഇതിന്റെ സംസാരിക്കുന്നത് അല്ല പിന്നെ ഇതൊരിക്കലും നമ്മള് ഈ പറയുന്ന ഇത്രയും ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ചു. ഞാൻ സീരിയസ് ആയിട്ട് അത് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം. ഞാൻ ചോദിച്ച അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മിനിറ്റ് സഹോദരൻ. അപ്പൊ ഞാൻ പറയില്ലേ, നീ അത് കേക്ക്. നീ ഒരു ചോദ്യം ചോദിച്ചില്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ? അത് ഞാൻ മറുപടി പറഞ്ഞിട്ടെ. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം, ഞാൻ എങ്ങനെ സിനിമയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു തരും. നിന്നെ ഒരിക്കലും പേരെന്തുവാ? മോന്റെ പേരെന്തുവാ? അല്ല, ഏത് ചാനലാ? അതും വേണ്ടല്ലേ. പക്ഷെ എനിക്കിപ്പോ നല്ലൊരു അറിവ് കിട്ടിപ്പോ. 40 വർഷമായി
ഓക്കെ, അത് അഡ്വർടൈസ്മെന്റ് ആയാലും. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, മോൻ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത്. അല്ല, യൂട്യൂബില് താഴെ എടുത്ത കമന്റ് വായിച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം പഠിപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായിരുന്നു പറയാൻ? എന്ത് പ്രൂഫ് ഉണ്ട്? എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന്? നീ താഴെ യൂട്യൂബിൽ കമന്റ് ചെയ്ത ആൾക്കാരെയാണ് പറഞ്ഞിട്ടല്ലേ? നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്. ആവശ്യമില്ല. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നത് അറിയുമോ? അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. ഞാനൊരു കാര്യം പറഞ്ഞു, നിനക്കൊരു കാര്യം പറഞ്ഞു. അല്ലല്ല, അവനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം നീ കേട്ടോ, ഒരു കാര്യം നീ കേട്ടോ, ഒരു കാര്യം നീ കേട്ടോ. അല്ല, അവനൊരു ഒരു കാര്യം പറയടാ മോനെ, എടാ നീ അവിടെ അവനെ നിങ്ങൾ കോർണറിയല്ലേ? എടാ എന്തുകൊണ്ടാണ് ഇത്ര സിനിമ എന്ന് പറയുന്നത്? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക, വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സിനിമയിൽ വേണ്ടത് വെറുപ്പിക്കരുത്. ഇവിടെ വേണ്ടത് തെറ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെങ്കിലും വെറുപ്പിക്കാതിരിക്കുക. നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന നീ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു, ഇത്രയും ആൾക്കാര്. നിനക്ക് ഒരു വില ഞങ്ങൾ എടുത്തിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. നീ ഇത്ര തവണ ഞാൻ കുഴപ്പമില്ല. ഇതിനെയും അതിന്റേതായ രസത്തിന് എടുത്താൽ മതി. മോനെ കുഴപ്പമില്ല, ചോദിച്ചോ. മതി. എന്നോട് നീ ഉത്തരം പറയാനില്ല. ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് കുറെ പ്രാവശ്യം പുറത്താക്കുന്നല്ല, മറ്റുള്ളവർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കണം. ഒന്നുമില്ല. അയ്യോ മോനെ കുഴപ്പമില്ല, ചോദിച്ചു. മോനെ ചോദിച്ചു, നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യൻസ് വരുന്നു, പ്ലീസ്. കുഴപ്പമില്ല. റൂം എടുത്ത് വരുന്ന റിയൽ ലൈഫിൽ നടന്ന സംഭവം അതിൽ നടന്ന അതേ ക്യാരക്ടേഴ്സ് തന്നെയാണോ, ആ ക്യാരക്ടർ തന്നെയാണോ സിനിമാറ്റിക് ആയിട്ട് എന്തെങ്കിലും എൻഹാൻസ് ചെയ്തിട്ടുണ്ടോ റൈറ്റിംഗ് വൈസ്? സിനിമാറ്റിക് ആയിട്ട് സ്വാഭാവികമായിട്ടും ചില സാധനങ്ങൾ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിപ്പം അതിന്റെ ഡയലോഗ്സും കാരണം എനിക്ക് ഇൻസിഡന്റ് മാത്രമേ അറിയുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ, അവർക്കിടയിലുള്ള കോൺവെർസേഷൻ, ഡയലോഗ്സ് ഒന്നും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല. അപ്പൊ ഈ ഇൻസിഡന്റ് അറിയാവുന്നത് കൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് കാരണം ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം. നടന്നൊരു കഥയായതുകൊണ്ട് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം. നമ്മൾ വളരെ സിനിമാറ്റിക് ആയിട്ടും സെറ്റാരിക്കലായിട്ടും കോമിക്കലും ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിനെ പോലും അത് ആൾക്കാർക്ക് എന്റർടൈനിങ് ആവണമെങ്കിൽ കുറച്ച് തമാശ കലർത്തി പറഞ്ഞാൽ മാത്രമേ രസം ഉണ്ടാവുന്ന രീതിയിൽ ആണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സിനിമാറ്റിക് ആണ് ഒരു പരിധി വരെ. ഇവന് മാത്രം അത് മനസ്സിലാകുന്നില്ല. എടാ നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചോദ്യം ചോദിക്കരുത്, പ്രശ്നം കഴിഞ്ഞു. നിനക്കൊരു കാര്യം ഞാൻ മനസ്സിലാവും. ഇത്രയും സ്വാതന്ത്ര്യത്തിൽ നിനക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ മാത്രമായിരിക്കും. അല്ലെങ്കിലല്ലേ നീ ഫസ്റ്റ് ചോദ്യത്തിലല്ലേ എന്നെ പുറത്താക്കി. നീ ഒരിക്കലും ഇവിടെ മോനും മോന്റെ ജോലിയിൽ പഠിച്ചു വരികയാണ്. ഇത് അത് പഠിച്ചു വരുന്നു. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കല് വരുന്നത് കൊണ്ട് ഈ ജോലി ഇതിന്റെ ഒരു ബിസിനസ് പരിപാടി, ഇതൊക്കെ ഞാൻ നിനക്ക് വളരെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ പലർക്കും അത് അറിയാം, നിനക്കത് അറിയില്ല, അതാ പ്രശ്നം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം പേഴ്സണൽ ആയിട്ട്. ഏറ്റവും പറഞ്ഞ സ്വന്തം സിനിമ പൊട്ടിയെന്ന് ഇവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതൊരു വലിയ മനസ്സാണ്. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ചോദിച്ച പോയിന്റ് അതല്ലേ. സിനിമ പൊട്ടിയാല് പലരും അത് പൊട്ടിയില്ല, മറ്റേതാണ് വിജയമാണ്, അങ്ങനെയൊന്നും പറയത്തില്ല. നമ്മളത് പൊട്ടി മോശമായി അവരോട് ചോദിച്ചത് നിങ്ങൾക്ക് സിനിമ സീരിയസ് ആയിട്ട് കണ്ടുകൂടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ സിനിമ സീരിയസ് ആയിട്ട് കാണാത്തതല്ലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ട്. നീ ഒരാൾ മാത്രം സീരിയസ് ആയിട്ട് എന്താ കാര്യം? ഇതിന്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഇവരൊക്കെ സീരിയസ് ആയിട്ട്. നമ്മുടെ ആക്ടേഴ്സ് എന്താണെന്നറിയാമോ? നമ്മുടെ ടൂളാണ്. നമ്മൾ എന്നെ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് നമ്മൾ സിനിമ ചെയ്തു. അതിന് ഞാൻ അത്യാവശ്യം എനിക്ക് അഭിനയിച്ചിട്ടില്ലേ? ആ പടം ഓടിയില്ലേ? നല്ല അതിന്റെ പുറകിൽ നല്ല സംവിധായകൻ ഉണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അതിന്റെ അവിഭാജ്യ ഘടകം. എന്തൊക്കെയാ? എഴുത്ത്, നീ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാർ വേണം. ഇത് എന്റെ കോളല്ല.
നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ. നിനക്കൊരു ജോലി, ഒരാള് ജോലി ആയിട്ട് നമ്മൾ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അവരുടെ ഗട്ട് ഫീലിങ്ങിനെ നമ്മൾ വിശ്വസിക്കും. കാരണം എല്ലാവരും ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. ഇതുപോലെ നിന്റെ പ്രായത്തിലുള്ള പഠിക്കുന്ന പിള്ളേര് ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ചേട്ടാ ഒന്ന് കൂടെ നിൽക്കണം. ഞാൻ ഇവരോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഓടില്ല. നമ്മൾ അവരെ കൺവിക്ഷനെ വിശ്വസിച്ച് നമ്മൾ സിനിമ അവർക്ക് ഡേറ്റ് കൊടുക്കും. അവര് ആത്മാർത്ഥമായി ശ്രമിക്കും, പൊട്ടിപ്പോ. ഈ 150 പടം ഇറങ്ങുന്നില്ല. നമ്മളൊക്കെ വിദേശത്തൊക്കെ പ്രോഗ്രാമിന് മുമ്പ് ചില ആൾക്കാരെ പരിചയപ്പെടും. ഒരു പടം ചെയ്യണമെന്ന് പറയും. ഇരുത്തി എങ്ങനെയാണ് സിനിമ തിയേറ്റർ എടുക്കുന്നത്, ഏത് സമയത്തെ ഷോകൾ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ പടം ചെയ്താൽ ഈ 9:30 രാവിലെ 8:30 ഷോട്ട് ആള് പോലും നടക്കില്ല. എങ്ങനെയാണ് സ്ക്രീൻ എടുക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ബിസിനസ്, നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരുമെന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ക്ലാസ് എടുത്ത് വിട്ടവരും 2 മാസം കഴിയുമ്പോൾ ചെയ്തു കേട്ടോ പടമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചിലർ ടൂർ പോകുന്ന പോലെ, അതൊരു അവർ വിദേശത്ത് പോയതും ഒക്കെ ചിലപ്പോൾ അല്ല എവിടെ ആയിക്കോട്ടെ, അവർ പൈസ ഉണ്ടാക്കുക, ഒരു പടം ചെയ്യാനുള്ള ആഗ്രഹത്തിന് പോയ ആളുകളാണ്. അവരതിന് വരുന്നു, അവരത് ചെയ്യുന്നു. ഇത് കിട്ടിയില്ലെന്ന് ഓർത്ത് ഇതോടുകൂടി അങ്ങനെ നശിച്ച് വഴിയാധാരമാവുന്ന പ്രൊഡ്യൂസർമാരൊന്നും അല്ല. നല്ല ആളുകൾ, നല്ല അവരുടെ ഒരു ചെറിയൊരു എമൗണ്ട് വെച്ച് ഒരു ആഗ്രഹപ്പടം ചെയ്യുന്നു. ആ ആഗ്രഹപ്പടത്തിന് അവൈലബിൾ ആകുന്ന ആക്ടർമാർ തട്ടുന്നു, അതിന് കിട്ടുന്നു, ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു ദേഷ്യവും 1% പോലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. നീ അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ ഒരിക്കലും കേട്ടോ. നിന്റെ പോലെ നിന്നെ പോലെയായിരുന്നു ഞാൻ.